10 വർഷം മുമ്പുള്ള ഒരു ജൂൺ 26 ഫുട്ബോളിന്റെ ഈറ്റില്ലമായ മറക്കാനയിൽ ഒരു ലോകകപ്പ് പ്രീ ക്വാർട്ടർ മത്സരം നടക്കുകയാണ്. ഇരുപാതികളിലുമായി 2 സൗത്ത് അമേരിക്കൻ വമ്പന്മാർ, യുറുഗ്വായും കൊളംബിയയും. മത്സരത്തിന്റെ 50-ാം മിനിറ്റ് കൊളംബിയൻ പ്രതിരോധ താരമായ ജുവാൻ കോഡ്രാഡോ തലകൊണ്ട് മറിച്ച പന്ത് ഹാമിഷ് റോഡ്രിഗസ് എന്ന 21-കാരന് നൽകുന്നു. ഹാമിഷ് അത് ഇടത് നെഞ്ചിൽ സ്വീകരിക്കുന്നു. അപ്പോൾ ഹാമിഷും ഗോൾ പോസ്റ്റും തമ്മിലുള്ള ദൂരം 25 വാര. ഒപ്പം മുന്നിൽ 3 യുറുഗ്വൈ പ്രതിരോധ താരങ്ങളും. പിന്നീട് മാറക്കാന ഒരു അത്ഭുതത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഹാമിഷിന്റെ ബൂട്ടിൽ നിന്ന് മൂളിപ്പറന്ന വോളി ഗോൾ വലയിൽ ഓളം തീർത്തു. ഫുട്ബോളിന്റെ സർവ്വ സൗന്ദര്യവും അടങ്ങിയ ഒരു ഗോൾ. കൊളംബിയയ്ക്ക് ബ്രസീൽ ലോകകപ്പിൽ ക്വാർട്ടറിൽ കാലിടറിയെങ്കിലും പുഷ്കാസ് പുരസ്കാരവും ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കിയായിരുന്നു ഹാമിഷ് എന്ന 21-കാരൻ ആ ലോകകപ്പ് അവസാനിപ്പിച്ചത്. ബ്രസീൽ ലോകകപ്പിൽ 6 ഗോളും 2 അസിസ്റ്റും ഹാമിഷ് സ്വന്തം പേരിൽ ചേർത്തിരുന്നു. ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിനൊപ്പം മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടാൻ പോലും യോഗ്യൻ ഹാമിഷ് ആണെന്ന് പലരും പറഞ്ഞു. 2014 ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള അവാർഡ് നേടാൻ ഏറ്റവും അർഹൻ ഹാമിഷ് ആണെന്ന് പറഞ്ഞതിൽ ഒരാൾ സാക്ഷാൽ മറഡോണയായിരുന്നു. അപ്പോഴാണ് ലോക ഫുട്ബോൾ ഹാമിഷ് റോഡ്രിഗസ് എന്ന പേര് ചർച്ച ചെയ്യുന്നത്. പിന്നീട് കൊളംബിയയിൽ ജനിക്കുന്ന കുട്ടികളുടെ പേരെല്ലാം ഹാമിഷ് എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല. ലോക ഫുട്ബോൾ ഭരിക്കാൻ പോകുന്ന താരമെന്നാണ് ലോകകപ്പിലെ പ്രകടനം താരത്തിനുമേൽ ചാർത്തിക്കൊടുത്തത്. മറക്കാനയിൽ നിന്ന് അയാൾ പറന്നുയർന്നത് സാന്റിയാഗോ ബെർണാബുവിലേക്കായിരുന്നു. തന്റെ ചിരകാല സ്വപ്നമെന്ന് ഹാമിഷ് തന്നെ പറഞ്ഞിട്ടുള്ള ക്ലബിലേക്ക് 10-ാം നമ്പറിൽ അയാൾ പറന്നിറങ്ങി. 630 മില്യൺ യൂറോയ്ക്കാണ് റയൽ മാഡ്രിഡ് മൊണാക്കോയിൽ നിന്ന് മധ്യനിരക്കാരൻ ഹാമിഷിനെ ടീമിലെത്തിച്ചത്. അതും ക്ലബ് ട്രാൻസ്ഫർ ചരിത്രത്തിലെ 4ാമത്തെ ഉയർന്ന തുകയ്ക്ക്. പക്ഷേ ഹാമിഷിന് റയലിൽ കാത്തിരുന്നത് സുഖമുള്ള നിമിഷങ്ങൾ മാത്രമായിരുന്നില്ല. ആദ്യ സീസണിൽ മികവിന്റെ വെള്ളി വെളിച്ചങ്ങൾ ഇടയ്ക്കെങ്കിലും മിന്നിയപ്പോൾ 2ാം സീസണിൽ തികച്ചും നിരാശ മാത്രമായി. പതുക്കെ മൈതാനത്ത് നിന്ന് അയാൾ സൈഡ് ബെഞ്ചിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. സിദാന്റെ ചാണക്യ തന്ത്രങ്ങളിൽ ഹാമിഷിന് വലിയ റോളുകൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ലോൺ കരാറിൽ ബയേൺ മ്യൂണിക്കിലേക്ക്. സാന്റിയാഗോ ബെർണാബുവിൽ നിന്ന് അലയൻസ് അരീനയിലേക്ക് എത്തിയിട്ടും ഹാമിഷിന് തിളക്കം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും റയലിന്റെ ബെഞ്ചിലേക്ക്. അവിടെ നിന്ന് പതുക്കെ ഫുട്ബോളിന്റെ 2ാം നിരയിലേക്കും 3ാം നിരയിലേക്കും അയാൾ തഴയപ്പെട്ടു. നിലവിൽ ബ്രസീൽ ക്ലബായ സാവോ പോളോയിലാണ് 31-കാരനായ ഹാമിഷ്. ദേശീയ ടീമിലും അയാൾ ഇതിനിടെ തഴയപ്പെട്ടു. 2021 കോപ്പ അമേരിക്കയിലെ കൊളംബിയൻ ടീമിൽ അയാൾക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. 2022 ലോകകപ്പിൽ കൊളംബിയയ്ക്ക് യോഗ്യത നേടാൻ കഴിയാതായതോടെ ഖത്തറിലും അയാൾ ഉണ്ടായിരുന്നില്ല. 10 വർഷത്തിനിപ്പുറം അയാളുടെ പേര് ലോകത്തെ അങ്ങോളം ഇങ്ങോളമുള്ള പല ഭാഷകളിലുള്ള പത്രങ്ങളിൽ അയാൾ പേരെഴുതി ചേർത്തു. മറന്നുപോയവരെയെല്ലാം അയാൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെ എഴുതി തള്ളിയവർക്കുള്ള മറുപടിയാണെന്ന്. അർജന്റീന പരിശീലകനായ നെസ്റ്റർ ലോറൻസോയ്ക്ക് കീഴിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ് കൊളംബിയ. കൊളംബിയൻ ടീമിന്റെ എണ്ണയിട്ട എഞ്ചിനായി ഹാമിഷും ഉയർത്തെഴുന്നേറ്റു. മൈതാനത്ത് സർവ്വസ്വതന്ത്രനാകാൻ ഹാമിഷിന് ലോറൻസോ അനുവാദം നൽകിയപ്പോൾ കോപ്പയിൽ ഇതുവരെ നേടിയത് 1 ഗോളും 6 അസിസ്റ്റുകളും, ഒപ്പം ഒരു ചരിത്രവും. ഒരു കോപ്പ അമേരിക്ക സീസണിൽ കൂടുതൽ അസിസ്റ്റുകൾ നേടുന്ന താരം. അപൂർവ റെക്കോർഡിൽ മറികടന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയെ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ കോപ്പയുടെ ഫൈനലിനൊരുങ്ങുകയാണ് കൊളംബിയ. ലയണൽ മെസ്സിക്ക് ഒരു കോപ്പ കൂടി സമ്മാനിക്കാൻ ലയണൽ സ്കലോണിയും സംഘവും ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഹാമിഷും ശ്രമിക്കും കൊളംബിയയുടെ 23 വർഷത്തെ കോപ്പ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ.